നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ എന്റെ കുറ്റമായല്ല. അല്ല ഗിരി സാറേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് തന്നെയാ. ഞാൻ പക്ഷേ പിന്നെ എന്തിനാ താൻ കൂടുതൽ സംസാരിക്കുന്നത്? വന്ന് വന്ന് എന്നോട് തർക്കിക്കാറായി താൻ. ഗിരി, ദാമോദരേട്ടൻ മതി. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ദാമോദരന്റെ സ്വഭാവത്തിലെ മാറ്റം ഇന്നും ഇന്നലെ അല്ല ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുന്നു. വച്ചുണ്ടാക്കുന്നതാണെങ്കിലേ വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. ദാമോദരൻ ഇല്ലെങ്കിൽ ഈ വീടിന്റെ അടുക്കള അടച്ചുപൂട്ടുമെന്നാണ് കരുതിയേ. എങ്കിലേ നിങ്ങക്ക് തെറ്റി. നിങ്ങളെക്കാളും നല്ല 100 വേലക്കാരെ എനിക്ക് എന്റെ വീട്ടിൽ കിട്ടും. 30-35 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ സ്വന്തം വീട് പോലെ ആത്മാർത്ഥതയോടെയാ ഞാൻ ഈ നിമിഷം വരെ നിന്നിട്ടുള്ളത്. സാറിന് തൃപ്തിയില്ലെങ്കിൽ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയിക്കോളാം സാറേ. ദാമോദര, നിക്കേ നിക്കേ. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ട. അച്ഛമ്മ ഇതിൽ ഇടപെടണ്ട. ദാമോദരൻ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. ഇനി ഈ വീട്ടിൽ ദാമോദരനെ ആവശ്യമില്ല. ഗിരി ഇങ്ങനെ ചാടിക്കറി ഓരോന്ന് തീരുമാനിക്കുന്ന മുമ്പ് നമ്മൾ പലതും ഓർക്കണ്ടേ? എത്ര കൊല്ലമായിട്ട് ദാമോദരേട്ടനോട്? അതിന്റെ അഹങ്കാരം തന്നെയാ അയാളിപ്പോ കാണിച്ചത്. അയാൾ എന്ത് ചെയ്തു അനുരാധെ? ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ അച്ഛമ്മേ. അതും പോട്ടെ, തിരിച്ച് ഏട്ടനോട് തർക്കിക്കാൻ നിന്നതോ? ചില കാര്യങ്ങളിൽ ചിലതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ കരുതിയാ മതി. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അമ്മേ, നാളെ തന്നെ കണക്ക് തീർത്ത് അയാളെ പിരിച്ചുവിട്ടേക്കണം. അമ്മേ, അമ്മേ വാതിലോർക്കമ്മേ. അമ്മ ഒന്ന് എഴുന്നേക്ക്. അമ്മേ, അമ്മേ വാതിലോർക്ക്. അമ്മേ, എന്താ എന്താ ഈ രാത്രിയില്? അവര് രക്ഷപ്പെട്ടെന്ന്. ആര്? ആ മഹാലക്ഷ്മി അമ്മ. എങ്ങനെ? എപ്പോ? ആരും അവരെ രക്ഷപ്പെടുത്തിയാണ് മാഡം. ആര്? അവരെ ആര് വന്ന് രക്ഷപ്പെടുത്താൻ? അതൊന്നും എനിക്ക് അറിയില്ല മാഡം. തലക്ക് പിന്നെ ഒരു അടി കിട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവരധിക ദൂരമൊന്നും പോവാൻ സാധ്യതയില്ല. എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഞാൻ 4 ബോർഡ് അവന്മാരെ അയച്ചിട്ടുണ്ട്. എങ്ങനെയും കണ്ടെത്തണം. കണ്ടെത്തിയേ തീരൂ. ആ സ്ത്രീയെ രക്ഷിച്ചു കൊണ്ടുപോയത് മറ്റാരുമല്ല, പ്രതീക്ഷ തന്നെ ആവാനാ വഴി. പക്ഷേ അവൾ ഒരിക്കലും ഒറ്റയ്ക്കത് ചെയ്യില്ല. അവളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവാതെ അതൊരിക്കലും നടക്കില്ല. അതാരാണെന്ന് കണ്ടെത്താതെ നമ്മൾ ഒരിക്കലും മഹാലക്ഷ്മി അമ്മയിലേക്ക് എത്താനും പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.